അപ്പോൾ കാന്താര ചാപ്റ്റർ 1 ഇനിയിപ്പോൾ കാന്താരയുടെ നാളിൽ നമ്മൾ കാന്താര 2022 തൊട്ടിട്ടുള്ള നമ്മൾ മച്ച് വെയിറ്റിംഗ് ആയിരുന്നു ഇങ്ങനൊരു കാന്താര പുതിയൊരു പാർട്ട് വരുമ്പോൾ. അതിൻ്റെ ഒരു തുടക്കത്തിൽ ഒരു പ്രീക്വൽ ആയിട്ടാണ് സംഭവം വരുന്നതെങ്കിൽ കൂടി രണ്ടിൻ്റെയും അറിയാലോ, അത് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ദൈവികത അത് കൈകാര്യം ചെയ്യുന്നത് ഒറ്റ മേഖല തന്നെയാണ്. പക്ഷേ സ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കാന്താര 2022. അത് പറഞ്ഞു പോകുന്ന ആ രീതി, ആ സ്റ്റൈല്, അതായത് ആ കഥയ്ക്ക് അതിൻ്റേതായ ഒരു ഡെപ്ത് ഉണ്ട്. പിന്നെ ആ സിനിമയ്ക്ക് ആ മൂമെൻ്റ് അതൊരു ഒഴുക്കുണ്ട്. പിന്നെ അതൊഴുകി നമ്മുടെ എന്താ പറയുക എൻഡ് പാർട്ട് നമുക്ക് വരുന്നൊരു ഫീലുണ്ട്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദൃശ്യാവിഷ്കാരമായിരുന്നു. അത് നമ്മൾ എൻജോയ് ചെയ്ത രീതി അങ്ങനെയാണ്, നമ്മൾ തിയേറ്ററിൽ ആർക്ക് വിളിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ പടത്തിനകത്ത് എനിക്കത്രയും ഫീൽ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മെയിൻ പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ലാഗ് ഫീൽ ചെയ്തു. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചില മടുപ്പുകൾ ഫീൽ ചെയ്തു. എന്താ പറയുക, പിന്നെ മാസ് എലമെൻസൊക്കെ അവിടെ കുറച്ച് കൂട്ടാൻ നോക്കി. പിന്നെ പ്ലേസ് ചെയ്ത തമാശകൾ അതൊന്നും എന്തോ പടത്തിനോട് ചോദിച്ചായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് പല സിറ്റുവേഷൻസിൽ ചേരാത്ത പോലെ തോന്നി. ഒരു പടം എടുക്കുമ്പോൾ അതുകൂടി നന്നാവുമായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് മാറുമായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഒട്ടേറെ എന്താ പറയുക, ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എൻ്റെ എന്ത് പെർഫോമൻസ് ആൾ ചെയ്തു വെച്ചേക്കണം. അതായത് കാന്താര എന്ന് പറയുന്ന കഥാപാത്രം ഋഷഭ് ഷെട്ടി തന്നെയാണ്. ഇനി അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമുക്ക് വേറൊരാൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പല സിനിമകളും നമുക്ക് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നും ഈ കഥാപാത്രം മറ്റൊരു ആക്ടറാണ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാൾ ഹൈ ലെവലാവുമായിരുന്നു. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ ഒരു സ്പേസ്, ഒരു കുഞ്ഞൊരു അറ്റം പോലും കൊടുക്കാത്ത രീതിയിൽ, അതായത് കാന്താര എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മനസ്സിലെ ആളുകളുള്ളൂ, വേറെ ആളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അമ്മാതിരി പെർഫോമൻസ്, അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാണല്ലോ, ഗംഭീര സാധനം. അതായത് ഇതിനേക്കാളും അപ്പുറം അഭിനയിച്ചത് കറക്കാനില്ലേ. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മറ്റേ കാന്താര 2022 അവസാനം വരുന്ന 15 മിനിറ്റിൽ ഒരു ഗുളിക കഥാപാത്രം, അതായത് ഗുളിക മറ്റേ തെയ്യം ആ രീതിക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരു 6-7 തലങ്ങളാണ് അതിനെ കാണിക്കുന്നത്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് അഭിനയിച്ചത് തകർത്തോളം പറഞ്ഞേക്കുക. ആളത് പൊളിച്ചടക്കാണ് അവിടെ. ഓരോ ആളുടെ മൂവ്മെൻറ്റ്, ഓരോ ചലനങ്ങൾ, ആളുടെ ഓരോ നോട്ടം, അതൊക്കെ ഗംഭീരം. ഇതിൻ്റെ അപ്പുറം പറയാനില്ല. നമുക്ക് ആളുടെ അഭിനയത്തിനോട് നമുക്ക് ഇഷ്ടം തോന്നിപ്പോകും. അതായത് ഈ മനുഷ്യൻ ഇരുത്തെ കാണിച്ചു